കഴിഞ്ഞ 15 വർഷം ഹെൽത്ത് കെയർ രംഗത്ത് ഒരു എംപ്ലോയി ആയിരുന്നു ഞാൻ. അപ്പോൾ ഇനി ഒരിക്കലും ഒരു എംപ്ലോയി ആകരുത്, അതിനൊരു പാർട്ണർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു എംപ്ലോയറായിട്ട് ഇത്രയും വലിയ ഗ്രൂപ്പിനോടൊപ്പം കേരളത്തിലെ സമൂഹത്തിന് വേണ്ടി കുറേയും കൂടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ആശുപത്രി കേരളത്തിൽ കണ്ണൂരിലാണ് തുടങ്ങുന്നത്. കാരണം കണ്ണൂർ എന്ന മണ്ണ് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര നന്ദി പറഞ്ഞാലും കണ്ണൂരുകാരോട് എൻ്റെ കടപ്പാട് തീരില്ല. അതുകൊണ്ട് രണ്ടാമത് ഞാൻ എന്ത് സംരംഭം തുടങ്ങിയാലും അത് കണ്ണൂരിൻ്റെ മണ്ണിൽ തന്നെ ആരംഭിക്കണമെന്ന് ആസ്റ്ററിൽ കഴിഞ്ഞ 6 വർഷവും കഴിഞ്ഞ്, അതേപോലെ ഹെൽത്ത് കെയറിൽ കഴിഞ്ഞ 15 വർഷത്തെ സേവനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരുപാട് ജനങ്ങൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹപാഠികൾ, എൻ്റെ കുടുംബക്കാർ വരെ ചോദിക്കേണ്ടത് ഇനി എന്താണ് അടുത്തത്. എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് ഞാൻ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവരും ആലോചിക്കുമ്പോഴത്തേക്ക് ആസ്റ്ററിൽ ഏറ്റവും മേൽത്തട്ടിൽ നിൽക്കുന്നു, എന്തിനിറങ്ങണം, ഇറങ്ങിയിട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, അത് ഈ നാട്ടിൽ തന്നെയാണോ നിങ്ങൾ സേവനം അനുഷ്ഠിക്കാൻ പോകുന്നത്, ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് അതിന് ഉത്തരം നൽകുവാൻ ഉള്ള സമയമായി കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഹെൽത്ത് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ശൃംഖലയാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇന്ത്യയിലെ ഉന്നതതര ഹോസ്പിറ്റൽ എടുത്തുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. 1999 ആന്ധ്രാപ്രദേശിൽ പ്രവർത്തനം ആരംഭിക്കുകയും ഇന്ന് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, മഹാരാഷ്ട്ര, ഇപ്പോൾ കേരളം, ഇനി കർണാടകയിലും ഇത്രയും സ്റ്റേറ്റുകളിൽ ഏതാണ്ട് 4600 ബെഡ്സ് അവർക്ക് ഇപ്പോൾ ഉണ്ട്. ഇനി കേരളത്തിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഏതാണ്ട് 2000-ഓളം ബെഡ്സ് ഇനിയും കൂട്ടാൻ പോകുന്നുണ്ട്. ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു പാർട്ട്ണറായിട്ടാണ് ഇനി ഞാൻ എൻ്റെ സേവനം അനുഷ്ഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 15 വർഷം ഹെൽത്ത് കെയർ രംഗത്ത് ഒരു എംപ്ലോയി ആയിരുന്നു ഞാൻ. അപ്പോൾ ഇനി ഒരിക്കലും ഒരു എംപ്ലോയി ആകരുത്, അതിനൊരു പാർട്ണർഷിപ്പിലോ അല്ലെങ്കിൽ ഒരു എംപ്ലോയറായിട്ട് ഇത്രയും വലിയ ഗ്രൂപ്പിനോടൊപ്പം കേരളത്തിലെ സമൂഹത്തിന് വേണ്ടി കുറേയും കൂടി നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ആശുപത്രി കേരളത്തിൽ കണ്ണൂരിലാണ് തുടങ്ങുന്നത്. കാരണം കണ്ണൂർ എന്ന മണ്ണ് എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര നന്ദി പറഞ്ഞാലും കണ്ണൂരുകാരോട് എൻ്റെ കടപ്പാട് തീരില്ല. കാരണം ഇന്ന് ഫർഹാൻ യാസിൻ എന്ന വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആസ്റ്ററിലൂടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ണൂരുകാരുടെ ഒരൊറ്റ സപ്പോർട്ടിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് രണ്ടാമത് ഞാൻ എന്ത് സംരംഭം തുടങ്ങിയാലും അത് കണ്ണൂരിൻ്റെ മണ്ണിൽ തന്നെ ആരംഭിക്കണമെന്ന് ഒരു വാശി തന്നെ എനിക്കുണ്ടായിരുന്നു. കാരണം കണ്ണൂരുകാർക്ക് എന്തെങ്കിലും ആദ്യം കൊടുക്കണേ അത് കണ്ണൂരുകാർക്ക് തന്നെ കൊടുക്കണം. കാരണം ഞാൻ എപ്പോഴും കേരളത്തിൻ്റെ തെക്കേ ഭാഗത്തു നിന്ന് വടക്കേ ഭാഗത്ത് ചേക്കേറിയ ആളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വന്നു കണ്ണൂരിലേക്ക് ഒരു ജൈത്രയാത്ര തുടങ്ങിയതാണ് ആസ്റ്ററിലൂടെ. രണ്ടാമത്തെ എൻ്റെ ഈ ഊഴത്തിലും, ഈ രണ്ടാം ഊഴത്തിലും കണ്ണൂരിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ശ്രീചന്ദ് ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലൂടെ എനിക്കത് ഏറ്റെടുക്കുകയും ഒക്ടോബർ മുതൽ കിംസ് ശ്രീചന്ദായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ കഴിഞ്ഞ 6 വർഷവും വലങ്കൈ നിന്ന ശ്രീ അർജുനാണ് നമ്മുടെ കേരളത്തിലെ ഫിനാൻസ് ഹെഡ് ചെയ്യുന്നത്. നമ്മുടെ തന്നെ ഒരു പാർട്ണറും കൂടിയാണ് അർജുൻ. അർജുൻ്റെ സേവനം ഉണ്ടാകും. ഒരുപാട് ആൾക്കാരുടെ പേര് ഇനിയും പറയാനുണ്ട്. എല്ലാം എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷേ ഇവരുടെ എല്ലാ സഹായത്തോടു കൂടി കേരളത്തിലെ കിംസിൻ്റെ ആദ്യത്തെ ആശുപത്രി കണ്ണൂരിൽ ആരംഭിക്കുകയാണ്. റോബോട്ടിക് സർജറി, ട്രാൻസ്പ്ലാന്റ്സ്, അതേപോലെ ഓങ്കോളജി പ്രൈവറ്റ് സെക്ടറിൽ കണ്ണൂരിൽ തന്നെ ആദ്യത്തെ ഓങ്കോളജി സെൻ്ററാക്കി മാറ്റുക. ഇതെല്ലാം സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ നിഷേധിക്കാത്ത രീതിയിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി അവർക്ക് കൊടുക്കുക, ഏറ്റവും മികച്ച ഡോക്ടർമാരെ കണ്ടെത്തി പ്രവർത്തനം ആരംഭിക്കുക എന്ന ലക്ഷ്യമാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.
ഇത് കഴിഞ്ഞാൽ കണ്ണൂർ കഴിഞ്ഞാൽ അടുത്ത ആശുപത്രി തൃശ്ശൂരിലായിരിക്കും. ഏതാണ്ട് മാർച്ച് ഏപ്രിൽ അടുത്ത വർഷം മാർച്ച് ഏപ്രിലോട് കൂടി തൃശ്ശൂരിൽ നമ്മൾ ആരംഭിക്കും. അത് ഏതാണ്ട് 350 ബെഡുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരിക്കും. അതിന് ചുവടെ പിടിച്ചിട്ട് നമ്മൾ കോഴിക്കോടും കൊച്ചിയിലും 600 ബെഡ്സുള്ള ഹോസ്പിറ്റൽസാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് നമ്മൾ ലാൻഡ് എടുത്തു കഴിഞ്ഞു. ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ന് കേരളം കാണാത്ത രീതിയിൽ ഉള്ള ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും, ഇന്ന് ലോകത്തിൽ തന്നെ ആ സമയത്ത് എന്തൊക്കെ ടെക്നോളജിയാണോ വരാൻ പോകുന്നത് അത് ഇന്നേ മനസ്സിലാക്കി അത് കേരളത്തിലെ സാധാരണക്കാർക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന് എല്ലാ ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാ ഗവൺമെൻറ് സർവീസസിന് സപ്പോർട്ടും ആവശ്യമുണ്ട്. കാരണം ഏതാണ്ട് 10,000-ഓളം ആൾക്കാർക്ക് ജോലി സാധ്യതയാണ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലൂടെ കേരളത്തിൽ നമ്മുടെ ഈ പുതിയ സംരംഭങ്ങളിലൂടെ കിട്ടാൻ പോകുന്നത്. കേരളത്തിൽ തന്നെ അതൊരു മുതൽക്കൂട്ടായിട്ട് വരികയും അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മെഡിക്കൽ ടൂറിസത്തിന് കുറച്ചും കൂടി സാധ്യതകൾ ഉണ്ടാക്കുവാൻ, കാരണം ടെക്നോളജിക്കലി ആയിട്ട് നമ്മളായിരിക്കും ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവർ മെഡിക്കൽ ടൂറിസം എന്ന രംഗത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ റിയാസ് സാറുമായിട്ടൊരു പേഴ്സണൽ ചർച്ചയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സ് മെഡിക്കൽ ടൂറിസം രംഗത്ത് കൂടി ഒന്ന് ഉണർത്താൻ ആവശ്യമുണ്ട്. അതിന് നമ്മൾ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എനിക്ക് മറ്റൊരു നന്ദി പറയാനുള്ള മന്ത്രി രാജീവിനോടാണ്. കാരണം കേരളം ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്നൊരു തെറ്റായ പ്രചരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റാണ്. കേരളത്തെ പോലെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ഒരു സംസ്ഥാനം വേറെ ഉണ്ടാവില്ല. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്കറിയാം, കഴിഞ്ഞ 15 വർഷമായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഞാൻ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കറിയാവുന്നതാണ്, കേരളത്തെ പോലെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസ്ഥാനം വേറെ ഇല്ല. തെറ്റായ പ്രചരണങ്ങളാണ് പല സ്റ്റേറ്റ്സിലും അത് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് മന്ത്രി രാജീവിനോടാണ്. അതേപോലെ ഏറ്റവും വലിയ നന്ദി ശ്രീ പിണറായി വിജയൻ സാറിനോടും. കാരണം ഇത്രയും വലിയ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ മന്ത്രിസഭ സന്നദ്ധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാം ഓപ്പോസിഷൻ ലീഡറാവട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടീസ് ആവട്ടെ, കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ ആൾക്കാർക്ക് ജോലി സാധ്യത കൊടുക്കാനും എല്ലാവരും ഒറ്റ കൈയായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിജയമാണ് നമ്മളിന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത മാറ്റങ്ങൾ. നമ്മൾ 5 വർഷം മുന്നേ കേരളം ഈ രീതിയിൽ മാറുമെന്ന് നമ്മൾക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇന്ന് കൊച്ചി എടുത്താൽ തന്നെ കൊച്ചി ബാംഗ്ലൂരോ ബോംബെയെക്കാളും മെച്ചപ്പെട്ട രീതിയിലൊരു നഗരമായി കൊച്ചി മാറിയിരിക്കുന്നു. സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളും ഭയങ്കരമായ വളർച്ചയിലൂടെ പോയിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയും വളർത്തുവാൻ സാധിക്കുകയും കേരളത്തിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പുതിയ സംരംഭവും ഈ പുതിയ അധ്യായം ആരംഭിക്കുന്നത്. എല്ലാവരെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നന്ദി.